ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുടെ ഉദയം. ദക്ഷിണാഫ്രിക്കയിലെ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഗാന്ധിജി 1915 ജാനുവരി 9 മുംബൈയിൽ എത്തുന്നത്. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഈ ജാനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജാനുവരി 9. ഗാന്ധിജി നടത്തിയ ആദ്യകാല സത്യാഗ്രഹങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, പിന്നെ അഹമ്മദാബാദ് മിൽ സമരം. ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സത്യാഗ്രഹത്തിലൊന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. ബീഹാറിലാണ് ഈ ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലം. നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ചമ്പാരൻ സമരം ഗാന്ധിജി സംഘടിപ്പിച്ചത്. കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് നിർബന്ധമായും നീലം കൃഷി ചെയ്യണമെന്നും അത് യൂറോപ്യർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് നൽകണമെന്നുമുള്ള വ്യവസ്ഥയാണ് തീൻ കഠിയ വ്യവസ്ഥ. ഈ തീൻ കഠിയ വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധമാണ് ചമ്പാരൻ സമരം. ചമ്പാരൻ സത്യാഗ്രഹത്തെ തുടർന്ന് തീൻകടിയ സമ്പ്രദായം നിർത്തലാക്കുകയും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പേര് ഓർക്കേണ്ടത് രാജ്കുമാർ ശുക്ലയുടെ പേരാണ്. ഇൻഡിഗോ കർഷകനായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയാലാണ് ഗാന്ധിജി ബീഹാറിലെ ചമ്പാരനിലെ കർഷകരുടെ അവസ്ഥകൾ അന്വേഷിക്കാൻ പോയതും സത്യാഗ്രഹം നടത്തി അത് വിജയിപ്പിച്ചതും. രാജ്കുമാർ ശുക്ല. ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ അറസ്റ്റിലായ വർഷമാണ് 1917. 1917 ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ചു. ചർക്കയുടെ പ്രചാരണത്തിന് ഗാന്ധിജിയെ ഏറെ സഹായിച്ച ഗംഗാ ബഹൻ മജുംദാർ എന്ന വിധവയെ ഗാന്ധിജി പരിചയപ്പെട്ടത് അവിടെ വെച്ചാണ്. ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനം 1917. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരാഹാര സമരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് 35% ശമ്പള വർധനവ് ഉണ്ടായി. ഗാന്ധിജി പങ്കെടുത്ത ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഡൽഹിയിലാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് ഡൽഹിയിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് മുംബൈയിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് മുംബൈയിൽ വെച്ചാണ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ഒരു സത്യാഗ്രഹ സമരം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. റൗലറ്റ് നിയമത്തിനെതിരെ 1919. ഈ റൗലറ്റ് ആക്ടിനെതിരെ 1919 മാർച്ച് 30 നടത്തിയ ഹർത്താലിന്റെ പേരിൽ ഏപ്രിൽ 1 പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റിലായി. റൗലറ്റ് നിയമത്തിനെതിരെ 1919 മാർച്ച് 30 നടത്തിയ ഹർത്താലിന്റെ പേരിൽ ഏപ്രിൽ 1 പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഗാന്ധിജി അറസ്റ്റിലാവുന്നത്. ഗാന്ധിജി യങ് ഇന്ത്യ എന്ന വീക്കിലി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. യങ് ഇന്ത്യ എന്ന വീക്കിലി ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. 1919 ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യ തുടങ്ങിയത്. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ജേണലാണ് ഏത്? യങ് ഇന്ത്യ. ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലാണ്. പൂനെയിലെ യേർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്. പൂനെയിലെ യേർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥയായ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന തന്റെ ആത്മകഥ ഗാന്ധിജി എഴുതി തുടങ്ങുന്നത്. അഹമ്മദാബാദിൽ നിന്ന് അച്ചടിച്ചു വന്നിരുന്ന നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ ആത്മകഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അഹമ്മദാബാദിൽ നിന്ന് അച്ചടിച്ചു വന്ന നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഗാന്ധിജിയുടെ ആത്മകഥയായ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ആദ്യമായിട്ട് അച്ചടിച്ചത്. 1925 അവസാനം മുതൽ 1929 ഫെബ്രുവരി വരെ ആയിരുന്നു പ്രസിദ്ധീകരണം. പിന്നീട് ഇംഗ്ലീഷ് പരിഭാഷ യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു. ബാല്യം മുതൽ 1921 വരെയുള്ള സംഭവങ്ങളാണ് ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നത്.
ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ 1921 കാലഘട്ടം വരെയുള്ള സംഭവങ്ങളാണ്. ആത്മകഥ എഴുതാൻ ഗാന്ധിജി നിർബന്ധിച്ചത് സന്യാസിയും ഗുജറാത്തി എഴുത്തുകാരനും ഗാന്ധിയൻ ആക്ടിവിസ്റ്റുമായ സ്വാമി ആനന്ദാണ്. ഈ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ട് ഗാന്ധിജി നിർബന്ധിച്ചത് സ്വാമി ആനന്ദ് എന്ന വ്യക്തിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തി ഭാഷയിലെ ശീർഷകം സത്യന പ്രയോഗ. സത്യന പ്രയോഗ എന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഗുജറാത്തി ഭാഷയിലെ ഹെഡിങ്. ഖിലാഫത്ത് പ്രസ്ഥാനം. മുഹമ്മദ് അലിയോടും ഷൗക്കത്ത് അലിയോടും ചേർന്ന് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കി സുൽത്താനോട് ബ്രിട്ടീഷുകാർ കാണിച്ച നയമാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത്. നിസ്സഹകരണ പ്രസ്ഥാനം. രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് ഏത്? നിസ്സഹകരണ പ്രക്ഷോഭം. രാജ്യവ്യാപകമായിട്ട് INCയുമായി സഹകരിച്ചിട്ട് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് 1920 നിസ്സഹകരണ പ്രസ്ഥാനം. ഗുജറാത്ത് രാഷ്ട്രീയ സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഗുജറാത്ത് INC സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചത്. നിസ്സഹകരണ പ്രമേയം സംബന്ധിച്ച് അച്ചടിക്കാൻ കൊടുത്ത കരടിൽ അക്രമരഹിതം എന്ന വാക്ക് വിട്ടുപോയിരുന്നു. പിറ്റേന്ന് അച്ചടി കോപ്പികൾ തിരുത്തിയിട്ടാണ് നിസ്സഹകരണം എന്ന വാക്ക് ചേർത്തത്. പഞ്ചാബ് ഖിലാഫത്ത് പ്രശ്നങ്ങളായിരുന്നു ഈ നിസ്സഹകരണ പ്രമേയത്തിന്റെ അടിസ്ഥാനം. പഞ്ചാബ് ഖിലാഫത്ത് പ്രശ്നങ്ങളായിരുന്നു നിസ്സഹകരണ പ്രമേയത്തിന്റെ അടിസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ഏത്? 1922 ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് അക്രമാസക്തമായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീ വെക്കുകയും 22 പോലീസുകാരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സംഭവമാണ് ഈ ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവം. ഈ ഒരു സംഭവമാണ് ഈ നിസ്സഹകരണം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ച ജഡ്ജിയാണ് ആര്? ബ്രൂംഫീൽഡ്. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ച ജഡ്ജിയാണ് ബ്രൂംഫീൽഡ്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് 1922 രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിജി 6 വർഷത്തേക്ക് ബ്രൂംഫീൽഡ് ശിക്ഷിക്കുന്നത്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് 1922 രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഗാന്ധിജി 6 വർഷത്തേക്ക് ജഡ്ജിയായ ബ്രൂംഫീൽഡ് ശിക്ഷിക്കുന്നത്. 1924 കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം. 1924 ബെൽഗാം INC സമ്മേളനമാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനം. 1924 കോൺഗ്രസ് സമ്മേളന വേദി ബെൽഗാം ആയിരുന്നു. ഈ ബെൽഗാം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ കർണാടകത്തിലാണ്. 1925 സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധിജിയുടെ അനുയായിയായി മാറിയ ഇംഗ്ലീഷുകാരിയാണ് ആര്? മീരാബെഹൻ. 1925 സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധിജിയുടെ അനുയായിയായി മാറിയ ഇംഗ്ലീഷുകാരിയാണ് മീരാബെഹൻ. മെഡ്ലിൻ സ്ലേഡ് എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. മീരാബെഹന്റെ യഥാർത്ഥ പേര് മെഡ്ലിൻ സ്ലേഡ് എന്നാണ്. ഗാന്ധി ശിഷ്യയായിരുന്ന സർലാബെന്നിന്റെ യഥാർത്ഥ പേര് കാതറിൻ മേരി ഹെയ്ലിമൻ എന്നായിരുന്നു. സർലാബെന്നിന്റെ യഥാർത്ഥ പേര് കാതറിൻ മേരി ഹെയ്ലിമൻ എന്നായിരുന്നു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടാൻ കാരണം എന്തായിരുന്നു? അതിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു എന്ന കാരണത്താലാണ് സൈമൺ കമ്മീഷനെ ഗാന്ധിജി ബഹിഷ്കരിച്ചത്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? യൂസഫ് മെഹ്റലി. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് യൂസഫ് മെഹ്റലിയാണ്. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് വല്ലഭായ് പട്ടേലിനെയാണ്. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി
സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത്. 1928 ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത്. അടുത്തത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര. 1930 മാർച്ച് 12 ദണ്ഡി യാത്ര നടക്കുന്നത്. സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് ഈ ഒരു ദണ്ഡി മാർച്ചോടെയാണ്. 1930 മാർച്ച് 12 ദണ്ഡി മാർച്ചോടെയാണ് സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത്. 78 അനുയായികളാണ് ഗാന്ധിജിയെ ഈ ഒരു ദണ്ഡി യാത്രയിൽ അനുഗമിച്ചത്. 78 അനുയായികളാണ് ഗാന്ധിജിയെ ദണ്ഡി യാത്രയിൽ അനുഗമിച്ചത്. 61 വയസ്സായിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ പ്രായം. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയുടെ അനുയായികൾക്ക് ആവേശം പകർന്ന ഗാനമാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം. ഈ ഗാനം രചിച്ചത് ലക്ഷ്മണാചാര്യ ആണ്. ലക്ഷ്മണാചാര്യ രചിച്ച ശ്രീനാമ രാമായണം എന്ന ഹൈന്ദവ ഗ്രന്ഥത്തിലെ വരികളാണ് ഈ രഘുപതി രാഘവ രാജാറാം എന്നത്. ലക്ഷ്മണാചാര്യ രചിച്ച ശ്രീനാമ രാമായണം എന്ന ഹൈന്ദവ ഗ്രന്ഥത്തിലെ വരികളാണ് രഘുപതി രാഘവ രാജാറാം എന്നത്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയുടെ അനുയായികൾക്ക് ആവേശം പകർന്ന ഗാനമാണ് ഇത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗുജറാത്തി കവിയായ നർസിംഗ് മേത്തയാണ് ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗാനമായ വൈഷ്ണവ ജനതോ രചിച്ചത്. വൈഷ്ണവ ജനതോ എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് ഗുജറാത്തി കവിയായ നർസിംഗ് മേത്തയാണ്. ഉപ്പ് സത്യാഗ്രഹം റിപ്പോർട്ട് ചെയ്തത് വഴി ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ ലോകാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും വഴിയൊരുക്കിയ അമേരിക്കൻ പത്രപ്രവർത്തകനാണ് വെബ് മില്ലർ. ഉപ്പ് സത്യാഗ്രഹം റിപ്പോർട്ട് ചെയ്തത് വഴി ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ ലോക അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും വഴിയൊരുക്കിയ അമേരിക്കൻ പത്രപ്രവർത്തകനാണ് വെബ് മില്ലർ. ദണ്ഡി മാർച്ചിനെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ ബ്രെയിൽസ് ഫോർഡ് ആണ്. ദണ്ഡി മാർച്ചിനെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ ബ്രെയിൽസ് ഫോർഡ് ആണ്. ഏപ്രിൽ 5 ഗാന്ധിജി ദണ്ഡിയിൽ എത്തുന്നത്. 1930 ഏപ്രിൽ 5 ഗാന്ധിജി ദണ്ഡിയിൽ എത്തിയത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത്. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ സമര നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് ത്വയാബ്ജിയാണ്. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായ സമയത്ത് സമര നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് ത്വയാബ്ജിയാണ്. അബ്ബാസ് ത്വയാബ്ജിക്ക് ശേഷം സരോജിനി നായിഡുവാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ഉപ്പ് നിയമം ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് പൂനെ ജയിലിലായിരുന്നു. ഉപ്പ് നിയമലംഘനത്തിന് അറസ്റ്റ് ചെയ്ത സമയത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് പൂനെ ജയിലിലായിരുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931 മാർച്ച് 5 ഇതിനുള്ള സാഹചര്യം ഒരുക്കിയത് തേജ് ബഹാദൂർ സപ്രുവും MR ജയക്കറുമാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1931 മാർച്ച് 5 ഇതിനുള്ള സാഹചര്യം ഒരുക്കിയത് തേജ് ബഹാദൂർ സപ്രുവും MR ജയക്കറുമാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് ഈ ഒരു അവസരത്തിലാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി സമയത്താണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. ലണ്ടനിൽ 1931 നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത്. ഇന്ത്യൻ വനിതകളെ വട്ടമേശ സമ്മേളനത്തിൽ പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ വനിതകളെ വട്ടമേശ സമ്മേളനത്തിൽ പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു ആണ്. ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു. ഗാന്ധിജിക്ക് വെറും കൈയോടെയാണ് മടങ്ങേണ്ടി വന്നത്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി പോയത് മദൻ മോഹൻ മാളവ്യയാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി പോയത് മദൻ മോഹൻ മാളവ്യ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായ സമയത്ത് ഗാന്ധിജി തടവ് അനുഭവിച്ചത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായ സമയത്ത് ഗാന്ധിജി തടവ് അനുഭവിച്ചത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ്.
ഗാന്ധിജി അവസാനമായി തടവ് അനുഭവിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജി അവസാനമായിട്ട് തടവ് അനുഭവിച്ചത്. 2 വർഷത്തെ ജീവിതത്തിലെ താങ്ങാനാവാത്ത 2 ദുരന്തങ്ങൾ അദ്ദേഹം നേരിട്ടു. ജയിലിൽ അടയ്ക്കപ്പെട്ട് 6ാമത്തെ ദിവസം ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായി അന്തരിച്ചു. 18 മാസത്തിന് ശേഷം 1944 ഫെബ്രുവരി 22-നാണ് കസ്തൂർബ ഗാന്ധിയും തടവറയിൽ വെച്ച് തന്നെ അന്തരിക്കുന്നത്. അവസാന നാളുകളിൽ ഗാന്ധിജി പാകിസ്ഥാന് ഇന്ത്യ നൽകാനുള്ള 55 കോടി രൂപ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഹിന്ദു മുസ്ലിം സംഘടനത്തിൽ മനസ്സ് വേദനിച്ചുകൊണ്ടുമാണ് ഗാന്ധിജി അവസാനത്തെ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെയെ പ്രേരിപ്പിച്ച കാരണങ്ങളിലൊന്ന് ഈ ഒരു സത്യാഗ്രഹമായിരുന്നു. ഈ ഗോഡ്സെ വെളിപ്പെടുത്തുന്നത് ഗാന്ധിജി വധക്കേസിന്റെ വിചാരണ സമയത്താണ്. 1948 ജാനുവരി 12-ന് ഡൽഹിയിൽ ആരംഭിച്ചതായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം. 1948 ജാനുവരി 12-ന് ഡൽഹിയിൽ ആരംഭിച്ചതായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം. 1948 ജാനുവരി 30-ന് വൈകുന്നേരം 5:17-ന് ന്യൂഡൽഹിയിൽ ബിർള ഹൗസിന് സമീപത്ത് വെച്ചാണ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നാഥുറാം ഗോഡ്സെയുടെ തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. 79-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. 79-ാം വയസ്സിലാണ് നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിക്കുന്നത്. 1930 മോഡൽ USF 73 എന്ന നമ്പറുള്ള സ്റ്റുഡ് ബേക്കർ കാറിലാണ് ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ വന്നത്. ഇറ്റാലിയൻ ബെറീറ്റ M1934 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഗാന്ധിജിയെ വധിച്ചത്. ലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ തോക്കായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നതും ഈ ഒരു തോക്കാണ്. ഇറ്റാലിയൻ ബെറീറ്റ M1934 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ. ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിക്കാനായിട്ടാണ് ഐക്യരാഷ്ട്രസഭ അതിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഔദ്യോഗിക പതാക പകുതി താഴ്ത്തിക്കെട്ടിയത്. ഗാന്ധി വധത്തോടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഏത്? RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. 1949 ഈ നിരോധനം പിൻവലിക്കുകയും ചെയ്തു. ഗാന്ധി വധത്തോടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS, അതായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. 1949 ഈ നിരോധനം പിൻവലിക്കേണ്ടിയും വന്നു. ഗാന്ധിജിയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ ദൈർഘ്യം 8 കിലോമീറ്റർ ആയിരുന്നു. ഗാന്ധിജിയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ ദൈർഘ്യം 8 കിലോമീറ്റർ ആയിരുന്നു. ഗാന്ധി വധക്കേസ്. ഷിംലയിൽ പഞ്ചാബ് ഹൈക്കോടതിയിലാണ് ഗാന്ധി വധക്കേസിന്റെ വിചാരണ നടന്നത്. ഷിംലയിലെ പഞ്ചാബ് ഹൈക്കോടതിയിലാണ് ഗാന്ധി വധക്കേസിന്റെ വിചാരണ നടന്നത്. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ ആത്മാചരൺ അഗർവാൾ ആണ്. ഈ ഒരു പേര് ഓർത്തു വയ്ക്കുക, ആത്മാചരൺ അഗർവാൾ. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപനായിരുന്നു ആര്? ആത്മാചരൺ അഗർവാൾ. 1949 നവംബർ 8-ന്. ഗാന്ധി വധക്കേസിൽ നാഥുറാം വിനായക് ഗോഡ്സെക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായൺ ദത്താത്രേയ ആംതെ ആണ്. ഗാന്ധി വധക്കേസിൽ നാഥുറാം വിനായക് ഗോഡ്സെക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായൺ ദത്താത്രേയ ആംതെ. ഹിന്ദു മഹാസഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഗോഡ്സെ. വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം വിചാരണ വേളയിലെ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകളാണ്. വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം വിചാരണ വേളയിലെ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകളാണ്. ഗോഡ്സെയും ആംതെയും ഉൾപ്പെടെ ഗാന്ധി വധക്കേസിൽ 8 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഉൾപ്പെടെ 6 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. ഗാന്ധി വധക്കേസിൽ ആദ്യം ശിക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് അപ്പീലിൽ കുറ്റവിമുക്തനായ വ്യക്തിയാണ് ദത്താത്രേയ പാർച്ചുറെ. ഗാന്ധി വധക്കേസിൽ ആദ്യം ശിക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് അപ്പീലിൽ കുറ്റവിമുക്തനായ വ്യക്തിയാണ് ദത്താത്രേയ പാർച്ചുറെ. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ആരോപണ വിമുക്തനായ നേതാവാണ് ആര്? VD സാവർക്കർ. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ആരോപണ വിമുക്തനായ നേതാവാണ് VD സാവർക്കർ. അടുത്തത് ഗാന്ധിയും കേരളവും. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷമാണ് 1920.
20 ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഇത് ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് 1920-ലാണ്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം. 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സമ്മേളനം. കോഴിക്കോടാണ് ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യത്തെ സ്ഥലം. കോഴിക്കോട് ഗാന്ധിജി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് കെ മാധവൻ നായരാണ്. കോഴിക്കോട്ടാണ് ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യത്തെ സ്ഥലം. കോഴിക്കോട്ട് ഗാന്ധിജി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് കെ മാധവൻ നായരാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 1924-25 കാലഘട്ടങ്ങളിൽ നടന്ന വൈക്കം സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. ആകെ 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 1920, 1925, 1927, 1934, 1937. 1920, 25, 27, 34 and 37 ഈ 5 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. മഹാത്മജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ട ഗാന്ധിജിയുടെ ആദ്യ ജീവചരിത്രമായിരുന്നു ഇത്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ട ഗാന്ധിജിയുടെ ആദ്യത്തെ ജീവചരിത്രമായിരുന്നു ഇത്. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജോർജ് ഇരുമ്പയമാണ്. ഗാന്ധിജിയുടെ ആത്മകഥ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തിയത് ജോർജ് ഇരുമ്പയമാണ്. ജോർജ് ഇരുമ്പയം. മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ കേരളത്തിലെ നായാടികൾ എന്ന ആദിവാസി വിഭാഗത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൻ്റെ യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ കേരളത്തിലെ നായാടികൾ എന്ന ആദിവാസി വിഭാഗത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ മഹാത്മാവിന്റെ മാർഗം രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. മഹാത്മാവിന്റെ മാർഗം എന്ന പുസ്തകം രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ഗാന്ധിജിയുടെ അവസാന നാളുകൾ രചിച്ചത് KN ദാമോദരൻ നായരാണ്. ഗാന്ധിജിയുടെ അവസാന നാളുകൾ രചിച്ചത് KN ദാമോദരൻ നായർ. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നാണ് ഗാന്ധിജി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നാണ് ഗാന്ധിജി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. ഈ പുരാതന രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ ദീപം നമ്മെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ശരിയായ പാത കാട്ടിത്തരികയും ചെയ്യുന്ന ശാശ്വത സത്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഗാന്ധിജിയുടെ നിര്യാണ വേളയിൽ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി അന്തരിച്ച വാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ചത് ജോർജ് ബെർണാഡ് ഷായാണ്. മഹാത്മാഗാന്ധി അന്തരിച്ച സമയത്ത് ആ വാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന അനുശോചന സന്ദേശം അയച്ചത് ജോർജ് ബെർണാഡ് ഷാ ആണ്. കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല, ജോർജ് ബെർണാഡ് ഷാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു, ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു. ഗാന്ധിജിയുടെ നിര്യാണ വേളയിൽ മീരാബൻ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു, ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയുടെ ശിഷ്യയായിരുന്ന മീരാബൻ ആയിരുന്നു. ഗാന്ധിജിയുടെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പേൾ എസ് ബക്കാണ്. അമേരിക്കൻ എഴുത്തുകാരിയായിരുന്ന പേൾ എസ് ബക്കായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു. രക്തമാംസങ്ങളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നായകനാണ് ഗാന്ധിജി എന്ന് ഗാന്ധിജി താമസിച്ചിരുന്ന മണിഭവൻ സന്ദർശിച്ചപ്പോൾ സന്ദർശക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ബറാക് ഒബാമയാണ്. ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നായകനാണ് ഗാന്ധിജി എന്ന് ഗാന്ധിജി താമസിച്ചിരുന്ന മണിഭവൻ സന്ദർശിച്ച സമയത്ത് ഈ സന്ദർശന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ബറാക് ഒബാമയാണ്. ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ ആരംഭിച്ച സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം NSS. 1969 NSS സ്ഥാപിക്കുന്നത്.
സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ഭാരതീയനാണ് മഹാത്മാഗാന്ധി. ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യത്തെ രാജ്യമാണ് USA. അത് കഴിഞ്ഞ് കോങ്കോ. ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യത്തെ രാജ്യം USA ആണ്. അത് കഴിഞ്ഞ് കോങ്കോ. ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്. 1996 മുതലാണ് മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത്. 1996 മുതലാണ് ഈ ഗാന്ധിജിയുടെ ചിത്രം അച്ചടിച്ചുള്ള നോട്ടുകൾ പുറത്തിറങ്ങി തുടങ്ങിയത്. ആദ്യത്തെ ഗാന്ധി പീസ് പ്രൈസിന് അർഹനായത് താൻസാനിയയുടെ സ്വാതന്ത്ര്യ സമര നായകനായ ജൂലിയസ് നെരേരയാണ്. ആദ്യത്തെ ഗാന്ധി പീസ് പ്രൈസിന് അർഹനായത് താൻസാനിയയിലെ സ്വതന്ത്ര സമര നായകനായ ജൂലിയസ് നെരേരയാണ്. ഗാന്ധിജി ആകെ 5 പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകെ 5 തവണയാണ് ഗാന്ധിജി സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ്. അധസ്ഥിതർക്ക് ഗാന്ധിജി നൽകിയ പേരാണ് ഹരിജൻ. അധസ്ഥിതരെ ഹരിജൻ എന്ന പേര് വിളിച്ചത് ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഗാന്ധി പുസ്തകങ്ങൾ. ഐ ഫോളോ ദ മഹാത്മാ എന്ന പുസ്തകം രചിച്ചത് KM മുൻഷിയാണ്. ഐ ഫോളോ ദ മഹാത്മാ ബൈ KM മുൻഷി. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ബൈ ലൂയി ഫിഷർ. ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ബൈ ലൂയി ഫിഷർ. ഗാന്ധി ജീവിതവും ചിന്തയും ബൈ JB കൃപലാനി. ഗാന്ധി ജീവിതവും ചിന്തയും ബൈ JB കൃപലാനി. ഗാന്ധി ആൻഡ് ദ അൺസ്പീക്കബിൾ ഹിസ് ഫൈനൽ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് രചിച്ചത് ജെയിംസ് ഡഗ്ലസ് ആണ്. ഗാന്ധി ആൻഡ് ദ അൺസ്പീക്കബിൾ ഹിസ് ഫൈനൽ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് ബൈ ജെയിംസ് ഡഗ്ലസ്. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി റിച്ചാർഡ് ആറ്റൻബറോ ആണ്. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി ബൈ റിച്ചാർഡ് ആറ്റൻബറോ. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ RK നാരായണൻ. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ ബൈ RK നാരായൺ. ഗാന്ധി ബിഫോർ ഇന്ത്യ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് ബൈ രാമചന്ദ്ര ഗുഹ. ഗാന്ധി ബിഫോർ ഇന്ത്യ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് ബൈ രാമചന്ദ്ര ഗുഹ. ഇത്രയുമാണ് PSC ബുള്ളറ്റിൽ വന്ന ഗാന്ധിജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. താങ്ക് യു.